എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഓണാഘോഷ പരിപാടിയൊക്കെ ഇവിടെ തുടങ്ങി കേട്ടോ. നമ്മുടെ നാത്തൂനൊക്കെ വന്നതിന് ശേഷം അവർ കളിക്കാൻ തുടങ്ങിയാണ്. ഫസ്റ്റ് അവർ കളിച്ചതാണ് കസേര കളിയാണ് കേട്ടോ. അപ്പോൾ അവിടെ ഇട്ട് കൊടുക്കുന്നതാണ് നാത്തൂനും, മറ്റേത് ഒരു നാത്തൂനാണ്, 2 നാത്തൂന്മാരും, പിന്നെ നാത്തൂൻ്റെ മോളും, പിന്നെ എല്ലാവരും ഉണ്ട് കേട്ടോ. പിന്നെ കൊച്ചു ഐറ്റംസ് എല്ലാം ഉണ്ട്. എല്ലാവരും കൊണ്ട് അങ്ങനെ കസേര കളിയായി. അപ്പം ഞാൻ കളിക്കാത്തതെന്ന് വെച്ചാൽ എൻ്റെ മളയെ മോൾക്ക് പനി ആയതുകൊണ്ട് അവൾ ഭയങ്കര മോശമായിട്ടാണ്. അപ്പം എൻ്റെ മടിയിൽ നിന്ന് മാറുന്നില്ല. അതുകൊണ്ട് ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്, ഇവരുടെ കൂടെ കളിക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു ഇതുകൊണ്ട്. അപ്പോൾ ഫസ്റ്റ് ആദ്യത്തെ റൗണ്ടിൽ ഈ കൊച്ചു ടീംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവരെല്ലാം ആദ്യമേ കുറേ ആളുമ്പത്തരമൊക്കെ ആയിരുന്നു. അപ്പോൾ അവൾ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ കളി ഒരു ഉഷാറായി. അങ്ങനെ കളിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എല്ലാവരും കാണാനായിട്ട് വന്നിരിപ്പുണ്ട് കേട്ടോ. എല്ലാവരും പാട്ടിട്ടിട്ടുണ്ട് കേട്ടോ. കസേര കളിക്ക് പാട്ടുണ്ട്. അത് വെച്ചിട്ടാണ് അവർ കസേര കളിക്കുന്നത്. നമ്മുടെ അതിലൂടെ കണ്ട് ഓടുന്നതൊക്കെ. അപ്പം ആദ്യമാണെങ്കിൽ ചായയൊക്കെ കുടിച്ചുകൊണ്ട് അത് വഴി ഇങ്ങനെ നടക്കുന്നു. അപ്പോൾ കുറേ പേര് ചായയൊക്കെ അപ്പുറത്ത് കുടിക്കുന്നുണ്ട്, കുറേ പേര് കളി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല രസമായിരുന്നു. തിരുവോണ ദിവസത്തെ ആട്ടോ ഇത്. അപ്പം ഇങ്ങനെ കളിയൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന് ശേഷം പിന്നെ സുന്ദരിക്ക് പൊട്ടുതൊടയിലായിരുന്നു കളി കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ആശ ജയിച്ച് അടുത്ത സുന്ദരിക്ക് പൊട്ടുതൊടയിലാണ്. അപ്പോൾ അവളെയാണ് കണ്ടുകെട്ടി വിടുന്നത്. അപ്പോൾ നമ്മുടെ സുന്ദരി ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയാണ് സുന്ദരിയായിട്ട് ഇരുത്തിയേക്കുന്നത് കേട്ടോ. ഇതായിരിക്കുന്നതാണ് അമ്മയാണ് സുന്ദരിയായിട്ടിരിക്കുന്നത്. അപ്പം അമ്മയ്ക്കാണെങ്കിൽ പൊട്ടുതൊടയാണ്, അവളാണെങ്കിൽ അമ്മയുടെ. അതിനുശേഷം ആൻറ്റിയാണ്. അപ്പോൾ ആൻറ്റി വന്ന് അവിടെ മുഖത്താണ് തൊട്ട് കൊടുത്തത് കേട്ടോ. അവിടെ മുഖത്താണ് തൊട്ട് കൊടുത്തത്. കഴിഞ്ഞിട്ട് നാത്തൂൻ്റെ മോളാണ്. അപ്പം അമ്മ അവിടെ ഇരുത്തിയേക്കാണ്. അവൾ വേറെ ഏതോ വഴിക്കോട്ടാണ് പോയിരിക്കുന്നത് കേട്ടോ. അങ്ങനെ അവൾ കൊണ്ട് ആ ബൈക്കിന് കൊണ്ട് പൊട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും ചെയ്ത കേട്ടോ. അപ്പം വീഡിയോയുടെ ലെങ്ത് കൂടുമെന്ന് വെച്ചിട്ടാണ് ഞാൻ എല്ലാവരുടെ എടുക്കുന്നത്. അപ്പം ഞങ്ങളൊക്കെ ഇരുന്ന് ഇങ്ങനെ പരിപാടി കാണും. അതിന് ശേഷം കലം അടിക്കുന്നതാണ്. അവൾ കലം അടിക്കുമ്പോൾ അങ്ങനെ ഇരിക്കുന്ന കലമാണ്, അത് നമ്മൾ കമ്പോസ്റ്റ് ഇങ്ങനെ അടിക്കുന്നതാണ്. അപ്പോൾ അത് ഞങ്ങളുടെ മൂത്താമ്മയൊക്കെ വന്നു. ഞങ്ങൾ കളി പകുതിയായപ്പോഴത്തേക്ക് മൂത്താമ്മയൊക്കെ വന്നു. അപ്പോൾ അവരെല്ലാം കളി കാണാൻ വന്നിരിക്കുകയാണ്. അവളത് കല അപ്പുറത്താണ്, അവളത് വേറെ ഏതോ സൈഡിൽ കൂടെ അപ്പുറത്തോട്ട് പോവുകയാണ്. അങ്ങനെ നല്ല രസമായിരുന്നു കേട്ടോ. കുറേ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ കളിയൊക്കെ ഞാൻ കാണുന്നത്. കാരണം നമ്മുടെ വീട്ടിൽ കുറേ നാളുകൾക്ക് മുന്നേ വരെ ഉണ്ടായിരുന്നു. ഇപ്പം ആൾക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ഇല്ലാതെ ഇപ്പം എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലെ കളിയാണ് കേട്ടോ. അപ്പോൾ അവൾ എന്തായിരുന്നു ഇതിൻ്റെ കുടത്തിൻ്റെ അപ്പുറത്ത് പോയതുകൊണ്ട് അവൾ ഔട്ടായി. അടുത്ത് ഞങ്ങളുടെ ആൻറ്റിയാണ്. ഇവിടെ ഒരു കാര്യമുണ്ട് കേട്ടോ, ആരെങ്കിലും കളിക്കാൻ കൂടി കഴിഞ്ഞ് ഇവിടെയുള്ള എല്ലാ ടീംസും വരും കേട്ടോ. അപ്പോൾ അങ്ങനെ പ്രായമായി അങ്ങനെയുള്ള ഒരു ഇതൊന്നുമില്ല, എല്ലാവരും കളിക്കാൻ കൂടും കേട്ടോ. അങ്ങനെ മാറി നിൽക്കട്ടെ അങ്ങനെയൊന്നുമില്ല. ആൻറ്റി പോയി, ആൻറ്റി അവിടെ അടിച്ച് നല്ല രസമുണ്ട് കേട്ടോ. ആൻറ്റിയുടെ ഒക്കെ കളി ഉണ്ടെങ്കിൽ നമുക്ക് ചിരിച്ചു കൊണ്ട് നോക്കും. അടുത്തത് അനുകുട്ടിയാണ്. അപ്പം അവളെ വിട്ട് അവളും നമ്മുടെ കമ്പിൽ അവൾക്ക് എടുക്കാൻ പറ്റാത്തതിലും വലിയൊരു കമ്പാണ് അവൾക്ക് കിട്ടിയത്. അവൾ അതുകൊണ്ടാണ് പോയത് അടിക്കാനായിട്ട്. അതിനുശേഷം മൂത്തമ്മയ്ക്ക് ഒരു ഹാരമായി കേട്ടോ. അപ്പോൾ മൂത്ത വന്ന് ഞാനും ഉണ്ടെന്ന് പറഞ്ഞിട്ട് മൂത്തമ്മയും വന്നു. അങ്ങനെ മൂത്തമ്മയും കളിക്കും കൂടി. ഇതൊക്കെ ഇല്ലേ ഒരു സന്തോഷം. അപ്പം അങ്ങനെ ഞങ്ങളുടെ മൂത്തമ്മയും കൂടെ ഞങ്ങളുടെ കുടുംബത്തിലെ ഏറ്റവും പ്രായമുള്ള വ്യക്തി കേട്ടോ. ഇപ്പം ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും പ്രായമുള്ള ആളാണ്. അപ്പം മൂത്തമ്മയും വന്ന്. അങ്ങനെ മൂത്തമ്മ കറക്റ്റ് അടിച്ചാട്ടോ. മൂത്തമ്മ അടിച്ച് മൂത്തമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി. അതിനുശേഷം നമ്മുടെ ആദ്യകൂട്ടം വന്നു, അവനടിച്ച്. അതിനുശേഷം ആശ ആണെങ്കിൽ കലം അടിക്കാൻ പോയി. അങ്ങനെ എല്ലാവരും ചെയ്തു കേട്ടോ. എല്ലാവരും ചെയ്തു. അങ്ങനെ ആശയും പോയി കലം അടിക്കാനായിട്ട്. അപ്പോൾ അതിലോട്ടിൻ്റെ ഇതിലൊന്നും പങ്കെടുക്കത്തില്ല. അവൻ ഭയങ്കര ഒരു ഇൻട്രോവേർട്ടായിട്ടുണ്ടോ. എല്ലാത്തിലും കൂടുതലും അവനിങ്ങനെ കളിയിലൊന്നും അങ്ങനെ ചെല്ലത്തില്ല. അവൻ തന്നെ കളിക്കും, അല്ലെങ്കിൽ പിള്ളേരുടെ കൂടെ കളിക്കും. അല്ലാതെ അത് മറ്റുള്ളവരുടെ കൂടെ നിന്ന് കളിക്കുക അതിനുള്ള പ്രായം അവനായിട്ടില്ല, അതിനുള്ള ഒരു അറിവും അവനായിട്ടില്ല. അതിനുശേഷം നമ്മുടെ ബിസ്ക്കറ്റ് കടിയായിരുന്നു. അപ്പോൾ ബിസ്ക്കറ്റ് കടി സ്റ്റാർട്ട് ചെയ്തു. മറ്റവരൊക്കെ അപ്പുറത്തെ ടീംസൊക്കെ ഉണ്ട്. അവർ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ ക്ഷീണിച്ച് മാറി. ഏറ്റവും അവസാനം ഇവർ രണ്ടുപേരും കേട്ടോ. അങ്ങനെ നമ്മുടെ അനുക്കുട്ടി ജയിച്ചു. അതിനുശേഷം രാത്രി ആയപ്പോൾ പിന്നെ ഞങ്ങളുടെ സോമിനി ചേച്ചിയൊക്കെ വന്നു. അത് എൻ്റെ ഒരു വേറൊരു ചേട്ടത്തി. അവൾ രാത്രിത്തെ സാറ്റ് കളിയാണ് കേട്ടോ. സാറ്റ് സോമിനി ചേച്ചിയാണ് എന്നത് കേട്ടോ. ചേച്ചി വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങളെല്ലാം കൂടെ രാത്രിയിൽ അവിടെ റോഡിൽ ഭയങ്കര കളിയായി. ഇതിന് ശേഷം ഞങ്ങൾ ഇത് തന്നെയല്ല, പിന്നെ ആണെങ്കിൽ വേറെ കുറേ കളി കളിച്ചു. കബഡി കളിച്ചു, കുളംകര കളിച്ചു. അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അപ്പം ഞാനും ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കുറേ കളികൾ കളിച്ചു. പിന്നെ വേറെ ഇവരുടെ ഇങ്ങനെ സെറ്റ് വെച്ച് ഇങ്ങനെ പാത്ത് വെച്ചിട്ട് കൈ വെച്ചിട്ടുണ്ട് കളിക്കുന്നൊരു കളിയുണ്ട്. എൻ്റെ പേരെനിക്കറിയത്തില്ല. അങ്ങനെ ഒരു കളി ഉണ്ടായിരുന്നു. അങ്ങനെ നല്ല രസമാണ്. ഇത് റോഡിലാട്ടോ, വണ്ടിയൊക്കെ പോകുന്ന റോഡിലാണ് കളി. അപ്പോൾ എല്ലാവരും കൂടെ കുറേ നേരം 10 മണി വരെ അവിടെ ഇങ്ങനെ ഒരേ കളിയൊക്കെ കളിച്ച് പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും കൂടെ കുറേ നേരം സംസാരിച്ചു. അങ്ങനെ ഞങ്ങളുടെ അപ്പം മറ്റൊരു വീഡിയോ കാണുന്നത് വരെ ഓക്കെ, ടാറ്റാ, ബൈ ബൈ, സീ യു.